മുരിങ്ങയില വെച്ച് ഭയങ്കര സിമ്പിളായൊരു ചമ്മന്തി വെക്കാലോ. കുറച്ച് മുരിങ്ങയില അപ്പുറത്തെ വീട്ടിലെ വേലിയിൽ നിന്ന് പറിച്ചിട്ട് വന്നത്, അത്ര ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ച് തേങ്ങ, അങ്ങനെ കുറച്ച് തേങ്ങ, പിന്നെ ചെറിയ ഉള്ളിയും ചുമന്ന മുളക് കേട്ടോ. മുളക് എരിവിനനുസരിച്ച് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആ ചുമന്ന മുളകും ഉള്ളിയും പിന്നെ മുരിങ്ങയിലയും കൂടി വറുത്തെടുക്കാനാണ് കേട്ടോ. ആദ്യം അതിന് ചുമന്ന മുളക് ഇട്ട് കഴുകിയെടുത്തതാണ്. കുറച്ച് അരിമുളക് മേടിച്ച് വെച്ചിട്ട് അപ്പോൾ ഒരു ചെറിയൊരു മൂപ്പൽ പോലെ ഉണ്ടാവുമല്ലോ. അത് രണ്ടതാ ഇതുപോലെ വറുത്തെടുത്തു. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം കേട്ടോ. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ ചുമന്നുള്ളി ഈ പറഞ്ഞ പോലെ കഴുകി വെച്ചതാണ്, തൊലി കളഞ്ഞിട്ട്. അതാണ് ഇങ്ങനെ പൊട്ടുന്നത്. ഇത് കുറച്ചൊന്ന് നന്നായിട്ടല്ല, കുറച്ച് മുക്കുമ്പോൾ നമുക്ക് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഇതാ ഏകദേശം മൂത്തിട്ടുണ്ട്. ഈ മുരിങ്ങയില ഇടാം കേട്ടോ. ചുമന്നുള്ളി നല്ലതായിട്ട് മൂക്കാം. പക്ഷെ മുരിങ്ങയില അത്രയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വാടി എടുത്താൽ മതി. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റില്ല, അത് മാറിയാൽ മാത്രം മതി കേട്ടോ. അല്ലാണ്ട് വല്ലാണ്ട് ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണ്ട. ഇളക്കി പറഞ്ഞ പോലെ ഒരു പച്ച ഉപ്പില്ലെങ്കിൽ ചെറിയ തണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് അരയ്ക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഭയങ്കര ഈസിയുമാണ്. ഇതുപോലെ തന്നെ കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ആ പച്ചമണം മാത്രം മാറിയിട്ടുള്ളൂ, വല്ലാണ്ടായിട്ടില്ല. അങ്ങനെ എടുക്കുക. പിന്നെ ഇത് ഇത്തിരി പുളി ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ അത്രേ വേണ്ടൂ. പിന്നെ നമുക്ക് തേങ്ങ ഞാൻ ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചുമന്ന മുളകും പുളിയും ആ മുരിങ്ങയിലയും ഉള്ളിയും കൂടി വറുത്തത് അതിലിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ചിട്ട്, നല്ലാണ്ട് അരയണ്ട കേട്ടോ, വെണ്ണ പോലെ അരയണ്ട. അങ്ങനെ ചമ്മന്തി പരുവല്ലേ, ഇതുപോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പരിവെന്ന് പറയണത്. ഇത് നമ്മളിങ്ങനെ ഉരുട്ടി ആക്കാൻ പറ്റും ചമ്മന്തി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്, സൂപ്പർ ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറിന്. കുത്തിരി ചോറും ഇത്തിരി ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇത്ര അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതൊന്ന് കഴിച്ച് നോക്കണ്ടേ. ഇതുപോലത്തെ റെസിപ്പിക്ക് ഉണ്ടാകുമ്പോൾ കഴിച്ച് നോക്കാൻ തോന്നൂലേ? അപ്പോൾ തന്നെ എനിക്കങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ തോന്നുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല, ചമ്മന്തി മാത്രം മതി. വേണമെങ്കിൽ കുറച്ച് തൈരും കൂടി കൂട്ടാം. ടേസ്റ്റ് നോക്കട്ടെ, അതിൻ്റെ കുറച്ചും കൂടി എടുക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മുടെ സാധാരണ ചമ്മന്തിയേക്കാളും സൂപ്പർ ടേസ്റ്റ്. പുളിയുടെ ടേസ്റ്റും മുരിങ്ങയിലയുടെ വറുത്തിട്ടുള്ളതല്ലേ, അപ്പോൾ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ്. വെറുതെ തേങ്ങാ ചമ്മന്തിയേക്കാളും സൂപ്പറാണ്. ഇത് മാത്രം മതി ചോറിന്. തൈരും വേണ്ട, അച്ചാറും ഒന്നും വേണ്ട. നന്നായിട്ടുണ്ട്. പിന്നെ ചുവന്ന മുളകിൻ്റെ എരിവും, ഇവിടെ അധികം എരിവ് വേണ്ടാത്തവരുണ്ട് കേട്ടോ. രണ്ടെണ്ണം ഇട്ട് തന്നെ നല്ല എരിവുണ്ട്. ചുമന്നുള്ളിയുടെ ടേസ്റ്റും ഒക്കെ കൂടി സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ മുരിങ്ങയിലൊക്കെ വീട്ടിലോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.